നമസ്കാരം, ന്യൂസ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. വയനാട് പുനരധിവാസത്തിനായുള്ള കേന്ദ്ര വായ്പ 45 ദിവസത്തിനുള്ളിൽ ചെലവഴിക്കുന്നത് അപ്രായോഗികമെന്ന് സർക്കാർ. നിബന്ധനകൾ സംസ്ഥാനത്തോടുള്ള അവഹേളനമെന്ന് പ്രതിപക്ഷവും. യോജിച്ച സമരത്തിന് തയ്യാറാണെന്ന് കെ സുധാകരൻ. സമയപരിധി നീട്ടിക്കിട്ടാൻ സംസ്ഥാനം കേന്ദ്രത്തെ സമീപിക്കണമെന്ന് BJP. വിമർശനം കടുത്തിട്ടും നിലപാട് മാറ്റാതെ ശശി തരൂർ. നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിനെ അംഗീകരിക്കാനും അതിനെ ചൂണ്ടിക്കാണിക്കാനും തയ്യാറായ ഒരു വ്യക്തി. അതാണ് എന്റെ രീതി, നിങ്ങൾക്കറിയാം. നല്ലത് കണ്ടാൽ അഭിനന്ദിക്കുക തന്റെ ശീലമെന്നും തരൂർ. തരൂരിനെ തള്ളി നേതാക്കൾ, ഹൈക്കമാൻഡ് ഇടപെടട്ടെ എന്ന സംസ്ഥാന നേതൃത്വം. സിനിമാ തർക്കത്തിൽ താരങ്ങളും നിർമ്മാതാക്കളും ചേരിതിരിഞ്ഞ് വിമർശനം. താരങ്ങൾ പ്രതിഫലം കുറയ്ക്കണമെന്ന നിർമ്മാതാവ് ലിസ്റ്റിൻ സ്റ്റീഫൻ. അഭിനേതാക്കളോട് പ്രതിഫലം കുറയ്ക്കണമെന്ന് പറയാനാകില്ലെന്ന് ജോയ് മാത്യു. നിർമ്മാതാക്കൾ താരങ്ങളെ വെച്ച് പണം ഉണ്ടാക്കിയിട്ടുണ്ടെന്നും മറുപടി. മണക്കുളങ്ങര ക്ഷേത്രത്തിൽ ഇനി ആന എഴുന്നള്ളത്തില്ല. തീരുമാനവുമായി ക്ഷേത്ര ഭരണസമിതി. ആനയെ ഒഴിവാക്കാൻ സംസ്ഥാന വ്യാപക ചർച്ചകൾ വേണമെന്നും ആവശ്യം. സംഭവത്തിൽ കർശന നടപടി ഉണ്ടാകുമെന്ന് മന്ത്രി AK ശശീന്ദ്രൻ. അപകട സ്ഥലവും മരിച്ചവരുടെ വീടുകളും മന്ത്രി സന്ദർശിച്ചു. കോട്ടയം നഴ്സിംഗ് കോളേജിലെ റാഗിംഗിൽ പ്രതികൾക്കെതിരെ കർശന നടപടി. 5 പേരുടെയും തുടർ പഠനം തടഞ്ഞ് നഴ്സിംഗ് കൌൺസിൽ. കോളേജിലേക്ക് ABVPയും ASIFഉം നടത്തിയ മാർച്ചിൽ സംഘർഷം. കുറ്റിച്ചലിലെ +1 വിദ്യാർത്ഥിയുടെ മരണത്തിൽ ആരോപണ വിധേയനായ ക്ലർക്കിന് സസ്പെൻഷൻ. സനൽ ഒളിവിൽ. കോട്ട ബാങ്ക് കവർച്ചാ കേസിലെ പ്രതിയെ കണ്ടെത്താനാകാതെ പോലീസ്. പ്രതി സംസ്ഥാനം വിട്ടിട്ടുണ്ടാകാമെന്ന് വിലയിരുത്തൽ. പ്രതിയുടെ വാഹനം എവിടെയെന്നും കണ്ടെത്തിയിട്ടില്ല. കേസ് അന്വേഷണത്തിന് ചാലക്കുടി ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ പ്രത്യേക സംഘം. പത്തനാപുരം ചിതൽവെട്ടിയിൽ തീപിടുത്തം. 30 ഏക്കർ റബ്ബർ തോട്ടം കത്തിനശിച്ചു. തീ പടർന്നത് സ്വകാര്യ വ്യക്തിയുടെ ഭൂമിയിൽ നിന്ന്. തെരഞ്ഞെടുപ്പ് തോൽവിക്ക് പിന്നാലെ കെജ്രിവാളിനെ വരിഞ്ഞു മുറുക്കാൻ കേന്ദ്രം. മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതി നവീകരണത്തിലെ ക്രമക്കേട് ആരോപണങ്ങളിൽ കേന്ദ്ര വിജിലൻസ് അന്വേഷണം. നവീകരണത്തിനായി പൊതുഫണ്ട് ദുരുപയോഗം ചെയ്തെന്ന് കണ്ടെത്തൽ. കുടിയേറ്റക്കാരുമായുള്ള 2ാം വിമാനം ഉടൻ ഇന്ത്യയിലെത്തും. അമേരിക്കയിൽ നിന്നും അമൃത്സറിലെത്തുന്ന വിമാനത്തിൽ 119 ഇന്ത്യക്കാർ. 2ാമത്തെ വിമാനവും അമൃത്സറിൽ തന്നെ ഇറക്കുന്നത് പഞ്ചാബിനെ അപകീർത്തിപ്പെടുത്താനെന്ന് ആം ആദ്മി സർക്കാർ. വിശദമായി നോക്കാം. ദുരന്ത ബാധിതരോട് അനീതിയോ? മുണ്ടക്കൈ ചൂരൽമല പുനരധിവാസത്തിലുള്ള കേന്ദ്ര വായ്പയുടെ നിബന്ധനകൾ സംസ്ഥാനത്തോടുള്ള അവഹേളനമെന്ന വിമർശനം ശക്തമാക്കി LDFും UDFും. കേന്ദ്ര സർക്കാരിനെതിരെ സംസ്ഥാന സർക്കാരിനൊപ്പം യോജിച്ച സമരത്തിന് തയ്യാറാണെന്ന് KPCC അധ്യക്ഷൻ K സുധാകരൻ. സമയപരിധി നീട്ടിക്കിട്ടാൻ സംസ്ഥാനം കേന്ദ്രത്തെ സമീപിക്കണമെന്ന് BJP സംസ്ഥാന പ്രസിഡന്റ് K സുരേന്ദ്രൻ പറഞ്ഞു. 45 ദിവസത്തിനുള്ളിൽ പണം ചെലവഴിച്ച് വിനിയോഗ സർട്ടിഫിക്കറ്റ് നൽകുന്നത് അസാധ്യമെന്നാണ് സംസ്ഥാന സർക്കാരിന്റെ വിലയിരുത്തൽ. തുടർ നടപടികൾക്കായി തിങ്കളാഴ്ച വകുപ്പ് സെക്രട്ടറിമാരുടെ യോഗം ചേരും. ദുരന്തം തകർത്തെറിഞ്ഞവരുടെ പുനരധിവാസത്തിനായി കേന്ദ്രം കൈപിടിക്കുന്നത് കാത്തിരിക്കുകയാണ് കേരളം. എന്നാൽ സാമ്പത്തിക സഹായത്തിന് പകരം ലഭിച്ചത് തിരിച്ചടക്കേണ്ട വായ്പ. അതും 45 ദിവസത്തിനുള്ളിൽ ചെലവഴിച്ച് വിനിയോഗ സർട്ടിഫിക്കറ്റ് നൽകണമെന്ന തികച്ചും അപ്രായോഗികമായ നിബന്ധനയോടെ. കേന്ദ്ര സമീപനത്തിൽ കടുത്ത പ്രതിഷേധമാണ് സംസ്ഥാനത്ത് BJP ഒഴികെയുള്ള രാഷ്ട്രീയ പാർട്ടികൾക്ക്. യഥാർത്ഥത്തിൽ നമുക്ക് മറ്റ് സംസ്ഥാനങ്ങൾക്കൊക്കെ നൽകിയിട്ടുള്ളതുപോലെയുള്ള ഗ്രാന്റ് സഹായമാണ് ഇത്തരം ഘട്ടത്തിൽ ആവശ്യമായിട്ടുള്ളത്. വായ്പ എന്ന രൂപത്തിൽ നൽകുന്നതല്ല ഇത്തരം ദുരന്ത സന്ദർഭങ്ങളിൽ യൂണിയൻ ഗവൺമെന്റ് സ്വീകരിക്കേണ്ടത്. നാട്ടിലെ ജനങ്ങളുടെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നത്തിൽ കുറെ കൂടി ശരിയായിട്ടുള്ള സമീപനം യൂണിയൻ ഗവൺമെന്റിൽ ഉണ്ടാകണമെന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. സാധാരണ സംസ്ഥാനങ്ങളിലേക്ക് കൊടുക്കുന്നത് സ്പെഷ്യൽ ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് ആണ്. 590 കോടി രൂപയുടെ 50 വർഷത്തേക്കുള്ള കടമായിട്ട് തരിക എന്ന് പറഞ്ഞാൽ
കേരളത്തെ അപമാനിക്കുന്നതിന് തുല്യമാണ്, പരിഹസിക്കുന്നതിന് തുല്യമാണ്, കേരളത്തോടുള്ള പൂർണ്ണമായ അവഗണനയാണ്. സംസ്ഥാന സർക്കാരിനൊപ്പം യോജിച്ചൊരു സമരവുമായി മുന്നോട്ട് പോകുമോ? ഉറപ്പായിട്ട് ആവശ്യത്തിന് ഞങ്ങൾ പോകും. അവരുള്ള വീടും ഉള്ളതെല്ലാം എല്ലാ സമ്പാദ്യവും നഷ്ടപ്പെട്ടവരാ. അവരെ സഹായിക്കുന്നില്ലെങ്കിൽ പിന്നെ എന്ത് രാഷ്ട്രീയം, എന്ത് ജീവിതം, എന്ത് പൊതുപ്രവർത്തനം? എന്നാൽ വലിയ സഹായമാണ് കേന്ദ്രത്തിൽ നിന്ന് ലഭിച്ചതെന്ന അഭിപ്രായമാണ് BJPക്ക്. രാഷ്ട്രീയം പറഞ്ഞ് ഉറങ്ങിക്കിടക്കാതെ അത് ചെലവഴിക്കുകയാണ് വേണ്ടതെന്ന് സർക്കാർ ഉപദേശിക്കുകയാണ് BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ. 50 വർഷത്തേക്കുള്ള പലിശരഹിത വായ്പയാണ്. ഫലത്തിൽ അതൊരു ഗ്രാന്റ് തന്നെയാണ്. ഇവിടെ 550 കോടി രൂപ ഫലപ്രദമായി ചെലവഴിക്കാനുള്ള സത്വര നടപടിയാണ് സർക്കാർ സ്വീകരിക്കേണ്ടത്. അതുകൊണ്ട് സർക്കാർ കിടന്നുറങ്ങാതെ, രാഷ്ട്രീയ പ്രചരണം നടത്താതെ ഇപ്പൊ കിട്ടിയ പണം ഉപയോഗിച്ച് വയനാട് ജനതയെ പുനരധിവസിപ്പിക്കണം. രാഷ്ട്രീയ വിമർശനം ഉയർത്തുമ്പോഴും കേന്ദ്രത്തിൽ നിന്ന് കൂടുതൽ സഹായവും പരിഗണനയും കേരളം ഇപ്പോഴും പ്രതീക്ഷിക്കുന്നു. വായ്പയുടെ വിനിയോഗത്തിന് കൂടുതൽ സമയം തേടി കേരളം കേന്ദ്രത്തെ സമീപിച്ചേക്കും. കേന്ദ്ര വായ്പയായ 529 കോടി ചെലവിടേണ്ടത് വിവിധ വകുപ്പുകളിലായാണ്. ചുരുങ്ങിയ സമയത്തിനുള്ളിൽ എന്തു ചെയ്യാനാകും എന്നതിനെക്കുറിച്ച് തീരുമാനിക്കാൻ തിങ്കളാഴ്ച വകുപ്പ് സെക്രട്ടറിമാരുടെ യോഗം ചേരും. ഓരോ വകുപ്പുകളുടെയും നിർദ്ദേശം പരിഗണിച്ച് മന്ത്രിസഭാ യോഗം മുൻഗണന നിശ്ചയിച്ച് തുക ചെലവിടാനാണ് ആലോചന. ന്യൂസ് 18 തിരുവനന്തപുരം. സ്ക്രീനിൽ കാണാത്ത തല്ലോട് തല്ല്. സംഘടനയ്ക്കുള്ളിലെ പിളർപ്പൊഴിവാക്കാൻ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ. ജി സുരേഷ് കുമാറിന് പിന്തുണയുമായി എത്തിയ സംഘടന ആന്റണി പെരുമ്പാവൂരിനെ തള്ളിയതുമില്ല. നിർമ്മാതാക്കളുടെ സംഘടനയ്ക്കുള്ളിൽ ഒരു പ്രശ്നവുമില്ലെന്ന് പറഞ്ഞാണ് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ട്രഷറർ ലിസിൻ സ്റ്റീഫൻ വാർത്താസമ്മേളനം തുടങ്ങിയത്. ജി സുരേഷ് കുമാറും ആന്റണി പെരുമ്പാവൂരും ഒരു മേശയ്ക്ക് ഇരുവശം ഇരുന്നാൽ പരിഹരിക്കാവുന്ന പ്രശ്നമേയുള്ളൂ. അസോസിയേഷന്റെ ഏത് തീരുമാനങ്ങൾക്കൊപ്പവും നിൽക്കുന്ന ആളാണ് ആന്റണി പെരുമ്പാവൂർ. സുരേഷ് കുമാറിന്റെ പരാമർശം ഏതെങ്കിലും വ്യക്തിയെ ഉദ്ദേശിച്ചല്ലെന്നും ലിസിൻ സ്റ്റീഫൻ. അവർ പറഞ്ഞ ഒരു കാര്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് ചില എന്താ പറയുക അസ്വാരസ്യങ്ങൾ ഞങ്ങളുടെ ഇടയ്ക്ക് ഈവൻ ഉണ്ടായത്. അപ്പോൾ അവർ തമ്മിൽ ഒരു ടേബിളിന് മുന്നിൽ ഇരുന്ന് കഴിഞ്ഞാൽ ഡിസ്കഷൻ തീരേണ്ട ഒരു കാര്യം ഒരു പത്ര സമ്മേളനത്തിൽ പറഞ്ഞുപോയി. അതിന്റെ അടിസ്ഥാനത്തിൽ ഒരു ഫേസ്ബുക്കിൽ കൂടെ ഒരു ലെറ്റർ വരുന്നു. ഇതൊക്കെ എത്രത്തോളം ആവശ്യമുള്ളതായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഇപ്പം അറിയില്ല. ജനുവരിയിൽ പുറത്തിറങ്ങിയ സിനിമകളുടെ കളക്ഷൻ റിപ്പോർട്ട് പുറത്തുവിട്ടത് സുരേഷ് കുമാറിന്റെ മാത്രം തീരുമാനമല്ല. താരങ്ങൾ പ്രതിഫലം കുറയ്ക്കണമെന്നും 5 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പ്രതിഫലം വാങ്ങുന്നവർക്ക് ഘട്ടം ഘട്ടമായി പണം നൽകാമെന്ന ധാരണ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ യോഗത്തിൽ തീരുമാനിച്ചിരുന്നു. ജനറൽ ബോഡി ചേരാതെ ഉറപ്പു പറയാൻ സാധിക്കില്ലെന്നാണ് അംഗങ്ങൾ മറുപടി നൽകിയതെന്നും ലിസൺ സ്റ്റീഫൻ പറഞ്ഞു. ഇപ്പോൾ ഞങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് ഭൂരിഭാഗം ആൾക്കാരും ഈ 5 ലക്ഷം രൂപയ്ക്ക് മുകളിൽ ശമ്പളം വാങ്ങുന്ന ആൾക്കാരായതുകൊണ്ടിട്ട് ഇത് ഞങ്ങൾക്കൊരു കമ്മിറ്റിക്ക് മാത്രമായിട്ട് ഇങ്ങനൊരു തീരുമാനം പറയാനായിട്ട് സാധിക്കത്തില്ല എന്നും ഞങ്ങളുടെ ഒരു ജനറൽ ബോഡി കൂടി കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് ഇതിനൊരു മറുപടി നിങ്ങൾക്ക് തരാമെന്നുള്ളൊരു ലെറ്ററാണ് ഞങ്ങൾക്ക് പിവൻ വന്നത്. താൻ സമരത്തെ പിന്തുണയ്ക്കുന്നില്ലെന്നും സംഘടനയിലെ കൂട്ടായ തീരുമാനമാകുമ്പോൾ ആ തീരുമാനത്തോട് യോജിച്ചു പോകേണ്ടി വരുമെന്നും ലിസൺ സ്റ്റീഫൻ കൂട്ടിച്ചേർത്തു. ന്യൂസ് 18 കൊച്ചി. സിനിമാ തർക്കത്തിൽ ജി സുരേഷ് കുമാറിനെ തള്ളി ജോയി മാത്യു. അഭിനേതാക്കളോട് പ്രതിഫലം കുറയ്ക്കണമെന്ന് സംഘടനയ്ക്ക് ആവശ്യപ്പെടാനാകില്ലെന്ന് മറുപടി. സുരേഷ് കുമാറും താരങ്ങളെ വെച്ച് പണം ഉണ്ടാക്കിയിട്ടുണ്ടെന്നും ജോയി മാത്യു. അത് മറ്റുള്ളവർ താരങ്ങൾ അംഗീകരിക്കുന്നു എന്നുള്ളതല്ല എൻ്റെ വിഷയം. താരങ്ങൾക്ക് ഡിമാൻഡ് ഉള്ളതുകൊണ്ടാണ്, അതൊരു പ്രോഡക്റ്റ് ആയതുകൊണ്ടാണ്, സിനിമ എന്ന പ്രോഡക്റ്റിന് അത്യാവശ്യമായതുകൊണ്ടാണ് നിർമ്മാതാക്കൾ അവരെ പുറകെ പോകുന്നത്. സിനിമ എടുക്കണമെങ്കിൽ, നല്ല സിനിമ എടുക്കണമെങ്കിൽ ഇവരൊന്നും ഇല്ലാതെ എടുക്കാമല്ലോ സിനിമ. അപ്പം ലാഭം കിട്ടണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി സിനിമ എടുക്കുന്ന നിർമ്മാതാക്കൾക്ക് അതിന് വേണ്ട ചേരുവകൾ വേണം. അതിലൊരു ചേരുവയാണ് താരം. ആ താരത്തിൻ്റെ കൂടെ മേൽവിലാസത്തിലാണ് ഇവരുടെ പടങ്ങൾ തിയേറ്ററിൽ വരുന്നതും വിതരണക്കാരനെടുക്കുന്നതും ഓടുന്നതും ഒക്കെ തന്നെ. അവർക്ക് താരങ്ങൾ മസ്റ്റാണെങ്കിൽ അവർ താരങ്ങളുടെ ഡിമാൻഡിനനുസരിച്ച് നിൽക്കേണ്ടി വരും. താരങ്ങൾ സ്വയം അവരുടെ റേറ്റ് കുറയ്ക്കുകയോ കൂട്ടുകയോ ചെയ്യുന്നുള്ളത് അത് അവരെ സംബന്ധിക്കുന്ന കാര്യമാണ്. നമുക്കൊന്നും പറയാൻ പറ്റില്ല. ഒരു സംഘടനയ്ക്ക് അതിലൊരു തീരുമാനം എടുക്കാനും പറ്റില്ല. ഞാനിതിൽ അങ്ങനെ കാണുന്നുള്ളൂ. ഒരു താൽക്കാലികമായിട്ടുള്ള ഇവരുടെ ഒരു പ്രശ്നം മാത്രമാണ് ഇത്. ഉള്ളവനും ഇല്ലാത്തവനും തമ്മിലല്ല, ഉള്ളവർ തന്നെ അവരുടെ ഉള്ളിലുള്ള പ്രശ്നമാണ്. അതുകൊണ്ട് പെട്ടെന്ന് പരിഹരിക്കപ്പെടും. വ്യവസായ നയത്തിൽ കേരളത്തെ പുകഴ്ത്തിയ ശശി തരൂരിന്റെ ലേഖനത്തെ ചൊല്ലി രാഷ്ട്രീയ വിവാദം. പാർട്ടിയെ പ്രതിസന്ധിയിലാക്കിയ തരൂരിന്റെ നിലപാട് KPCC നേതൃത്വം തള്ളി. എന്നാൽ നിലപാട് തിരുത്തില്ലെന്നും നല്ലത് കണ്ടാൽ അഭിനന്ദിക്കുക തന്റെ ശീലമാണെന്നുമാണ് തരൂരിന്റെ മറുപടി. തരൂരിന്റെ പുകഴ്ത്തൽ സർക്കാരും നേട്ടമാക്കുകയാണ്. സർക്കാരിന്റെ വ്യവസായ നയങ്ങളെ പ്രതിപക്ഷം ചോദ്യം ചെയ്യുമ്പോൾ കോൺഗ്രസ് MP ഇടത് സർക്കാരിനെ പുകഴ്ത്തുകയാണ്. പ്രതിപക്ഷത്തെ ആകെ പ്രതിസന്ധിയിലാക്കിയ തരൂരിന്റെ നിലപാട് കോൺഗ്രസ് നേതൃത്വം തള്ളി. കടുത്ത ഭാഷയിലായിരുന്നു
പ്രതിപക്ഷ നേതാവ് അടക്കമുള്ള നേതാക്കളുടെ മറുപടി. ശശി തരൂർ ലേഖനം എഴുതിയത് എന്ത് സ്റ്റാറ്റിസ്റ്റിക്സിന്റെ അടിസ്ഥാനത്തിലാണെന്ന് എനിക്കറിയില്ല. അദ്ദേഹം അങ്ങനെ പറയാനുണ്ടായ സാഹചര്യം പാർട്ടി പരിശോധിക്കട്ടെ. ഈ തരൂരിന്റെ ലേഖനം കണ്ടായിരുന്നു. പാർട്ടി നേതാക്കൾ ഒന്നടങ്കം രംഗത്തെത്തിയിട്ടും നിലപാടിൽ മാറ്റമില്ലെന്നാണ് ശശി തരൂരിന്റെ നിലപാട്. നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിനെ അംഗീകരിക്കാനും അതിനെ ചൂണ്ടിക്കാണിക്കാനും തയ്യാറായ ഒരു വ്യക്തി. അതാണ് എൻ്റെ രീതി, നിങ്ങൾക്കറിയാം. ഇത് ഞാൻ ആദ്യം ഗ്ലോബൽ സ്റ്റാർട്ടപ്പ് ഇക്കോസിസ്റ്റം റിപ്പോർട്ട് വായിക്കുമ്പോഴാണ് ഞെട്ടിയിട്ടത് കണ്ടത്. ഇത് സർക്കാരിൻ്റെ ഒരു ഹാൻഡ് ഔട്ട് ആയിട്ടല്ല ഞാൻ കണ്ടത്. അപ്പോൾ അവർ പറയുന്ന കാര്യങ്ങൾ നോക്കിയിട്ടും ഈ സ്റ്റാർട്ടപ്സിൻ്റെ വാല്യുവേഷൻ നോക്കിയിട്ടും ഹഡൽ ഗ്ലോബൽ തിരുവനന്തപുരത്ത് ബീച്ചിൽ സംഭവിച്ചപ്പോൾ അവിടെ പങ്കെടുത്തിട്ടും ഇതെല്ലാം കണ്ടിട്ടാണ് എനിക്ക് തോന്നിയത് ഇതൊരു നല്ല കാര്യമാണ്. കോൺഗ്രസ് നേതാക്കളുടെ കടുത്ത വിമർശനം ചൂണ്ടിക്കാട്ടിയപ്പോൾ മറുപടി ഇങ്ങനെ. എന്നോട് ചോദിച്ചിട്ടില്ല, ഞാൻ ചൂണ്ടിക്കാണിക്കാം. എല്ലാറ്റിൻ്റെയും ആ റിപ്പോർട്ട്സ് അഥവാ ആ റിപ്പോർട്ടിൽ വല്ല കുറ്റമുണ്ടെങ്കിൽ നമുക്ക് തർക്കിക്കണം. പ്രതിപക്ഷ നിരയിലെ പ്രമുഖന്റെ പുകഴ്ത്തൽ സർക്കാരിന് ആയുധമാണ്. വ്യവസായ സ്ഥാപനങ്ങൾ കേരളം വിടുന്നുവെന്ന പ്രതിപക്ഷ വിമർശനത്തിന്റെ മുനയൊടിക്കാൻ സർക്കാർ ഇത് ഉപയോഗിക്കും. നാടിൻ്റെ വികസനം ചില മേഖലകളിൽ വലിയ തോതിലുണ്ടായിരിക്കുന്നു. അത് രാജ്യത്തിനും ലോകത്തിനും മാതൃകയാകത്തക്ക രീതിയിലുള്ള വികസനമാണ് എന്നത് വസ്തുതകൾ ഉദ്ധരിച്ചുകൊണ്ട് നമ്മുടെ സമൂഹത്തിൻ്റെ മുന്നിൽ ഒരു കാര്യങ്ങൾ വിശദമായി മനസ്സിലാക്കുന്ന ജനപ്രതിനിധി വ്യക്തമാക്കുകയുണ്ടായി. കേരളത്തിൻ്റെ വ്യാവസായിക വളർച്ചയിൽ വളരെ ആവേശകരമായ നിലപാട് സ്വീകരിച്ചുകൊണ്ട് ഉള്ള വസ്തുതകളെ തുറന്നു കാണിക്കുന്നതിന് അദ്ദേഹത്തിന്റെ ലേഖനത്തിന് സാധിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ പ്രശംസ കേരളത്തിനാകെ അവകാശപ്പെട്ടതാണ്. മുമ്പും ഭിന്ന നിലപാടുകൾ സ്വീകരിച്ച് ശശി തരൂർ പാർട്ടിയെ പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട്. മോദിയുടെ അമേരിക്കൻ യാത്രയിലും തരൂർ സ്വീകരിച്ച വ്യത്യസ്ത നിലപാട് ദേശീയതലത്തിലും ചർച്ചയാണ്. തരൂരിന്റെ ലേഖനത്തിനെതിരെ കോൺഗ്രസ് നേതാക്കളിൽ ഒരു വിഭാഗം പാർട്ടിക്ക് പരാതി നൽകിയിട്ടുണ്ട്. എന്നാൽ ഇക്കാര്യത്തിൽ ഹൈക്കമാൻഡ് ഇടപെടട്ടെ എന്നാണ് സംസ്ഥാന നേതൃത്വത്തിന്റെ നിലപാട്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. കോട്ടയം നഴ്സിംഗ് കോളേജിലെ റാഗിംഗ് കേസിൽ പ്രതികളായ 5 പേരുടെയും തുടർ പഠനം തടയും. നഴ്സിംഗ് കൗൺസിലിന്റേതാണ് നടപടി. കേസിൽ മറ്റിരകളെ സാക്ഷികളാക്കാനാണ് തീരുമാനം. റാഗിംഗ് കേസിൽ പ്രതികളായ ജീവ, വിവേക്, റിജിൽജിത്ത്, സാമുവൽ, രാഹുൽ രാജ് എന്നിവർക്കെതിരെ നഴ്സിംഗ് കൗൺസിലിന്റെ കടുത്ത നടപടി. 5 പേരുടെയും തുടർ പഠനം തടയും. ഇക്കാര്യം കോളേജ് അധികൃതരെ അറിയിക്കും. റാഗിംഗ് തടയുന്നതിലും ഇടപെടുന്നതിലും വീഴ്ച പറ്റിയെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് കോളേജ് പ്രിൻസിപ്പൽ പ്രൊഫസർ സുലേഖ AT, അസിസ്റ്റന്റ് വാർഡന്റെ ചുമതലയുള്ള അസിസ്റ്റന്റ് പ്രൊഫസർ അജീഷ് P. മാണി എന്നിവരെ സസ്പെൻഡ് ചെയ്തു. ഹൗസ് കീപ്പറെ പുറത്താക്കാനും ആരോഗ്യമന്ത്രി നിർദ്ദേശം നൽകി. സംഭവത്തിൽ 6 പേരാണ് ഇരകളായി ഉണ്ടായിരുന്നത്. സമാനമായ കുറ്റകൃത്യം സംബന്ധിച്ച മൊഴിയാണ് ഇവരിൽ നിന്നും ലഭിച്ചത്. ഇതോടെയാണ് ഇവരെ സാക്ഷികളാക്കാനുള്ള തീരുമാനം. റാഗിങ്ങിനെതിരെ ഇന്നും പ്രതിഷേധം തുടർന്നു. AIOF, AISF സംഘടനകൾ സംയുക്തമായി മാർച്ച് നടത്തി. BJP കോട്ടയം ഈസ്റ്റ് ജില്ലാ കമ്മിറ്റിയും കോളേജിലേക്ക് പ്രതിഷേധം സംഘടിപ്പിച്ചു. തിരുവനന്തപുരം ബ്യൂറോയ്ക്കൊപ്പം ന്യൂസ് 18 കോട്ടയം. കാട്ടാക്കട കുറ്റിച്ചിലയിൽ VHSC 1ാം വർഷ വിദ്യാർത്ഥി തൂങ്ങി മരിച്ച സംഭവത്തിൽ സ്കൂളിലെ ക്ലർക്ക് J. സനലിന് സസ്പെൻഷൻ. സനലിന്റെ മോശം പെരുമാറ്റം കൊണ്ടാണ് വിദ്യാർത്ഥി ആത്മഹത്യ ചെയ്തതെന്ന് പരാതി ഉയർന്നിരുന്നു. VHSC ഡെപ്യൂട്ടി ഡയറക്ടറുടെ അന്വേഷണ റിപ്പോർട്ടിനെ തുടർന്നാണ് നടപടി. സനൽ ഇപ്പോഴും ഒളിവിൽ തുടരുകയാണ്. കഴിഞ്ഞ ദിവസമാണ് 1ാം വർഷ വിദ്യാർത്ഥിയായ ബെൻസൺ എബ്രഹാമിനെ സ്കൂളിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ക്ലർക്ക് സനൽ മോശമായി പെരുമാറിയതിനെ തുടർന്നാണ് കുട്ടി ജീവനൊടുക്കിയതെന്ന പരാതി ഉയർന്നിരുന്നു. സ്കൂളിലെ സീലെടുത്തതുമായി ബന്ധപ്പെട്ട് കുട്ടിയോട് മോശം വാക്കുകൾ ഉപയോഗിച്ചുവെന്നും ക്ലർക്കിനെ കുറിച്ച് ടീച്ചർമാരോട് പരാതിപ്പെട്ടെങ്കിലും നടപടി ഉണ്ടായില്ലെന്നും സഹപാഠികൾ വെളിപ്പെടുത്തി. കുട്ടിയുടെ രക്ഷിതാവിനെ സ്കൂളിലേക്ക് കൂട്ടിക്കൊണ്ടുവരാൻ ആവശ്യപ്പെടുകയും ചെയ്തു. ഇതോടെ മാനസികമായി തകർന്ന ബെൻസൺ ജീവനൊടുക്കുകയായിരുന്നുവെന്നാണ് കണ്ടെത്തൽ. സനലിനെതിരെ നേരത്തെയും മറ്റു സ്കൂളുകളിൽ പരാതി ഉയർന്നിരുന്നു. പെൺകുട്ടികളോടക്കം അപമര്യാദയെ പെരുമാറിയിട്ടുണ്ട്. VHSC ഡെപ്യൂട്ടി ഡയറക്ടറുടെ അന്വേഷണ റിപ്പോർട്ടിനെ തുടർന്നാണ് വിദ്യാഭ്യാസ വകുപ്പിന്റെ സസ്പെൻഷൻ നടപടി. ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തി ക്ലർക്കിനെതിരെ കേസെടുക്കണമെന്നാണ് ഉയരുന്ന ആവശ്യം. എന്നാൽ ആരെയും പ്രതി ചേർത്ത് ഇതുവരെ പോലീസ് FIR രജിസ്റ്റർ ചെയ്തിട്ടില്ല. ന്യൂസ് 18 തിരുവനന്തപുരം. ക്ഷേത്രോത്സവത്തിനിടെ ആനയിടഞ്ഞ് 3 പേർ മരിച്ച കോഴിക്കോട് കൊയിലാണ്ടി കുറുവങ്ങാട് മണക്കുളങ്ങര ക്ഷേത്രത്തിൽ എഴുന്നള്ളിപ്പിന് ഇനി ആനയെ ഉപയോഗിക്കില്ല. വിഷയത്തിൽ ക്ഷേത്രം ഭരണസമിതി തന്ത്രിയുടെ ഉപദേശം തേടി. നിയമം ലംഘിച്ചവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് വനം മന്ത്രി AK ശശീന്ദ്രൻ പറഞ്ഞു. ക്ഷേത്രവും മരിച്ചവരുടെ വീടും മന്ത്രി സന്ദർശിച്ചു. ക്ഷേത്രം തന്ത്രിയുടെ അഭിപ്രായം തേടിയ ശേഷമാണ് ഭരണസമിതിയുടെ തീരുമാനം. എഴുന്നള്ളിപ്പിന് തേരോ രഥമോ മതിയെന്നാണ് തന്ത്രിയുടെ നിർദ്ദേശം.
ആനയെ ഒഴിവാക്കാൻ സംസ്ഥാന വ്യാപകമായി ചർച്ചകൾ നടത്തണമെന്നും സർക്കാരിന് നാട്ടുകാർ ഒപ്പിട്ട ഭീമഹർജി നൽകുമെന്നും ക്ഷേത്ര കമ്മിറ്റി അറിയിച്ചു. ഇപ്പോൾ ഞങ്ങൾ ഇന്ന് മേശാന്തിയോട് സംസാരിച്ചു. ആന വേണമെന്നില്ല, പകരം തേരോ അല്ലെങ്കിൽ രഥമോ ആവാമെന്ന് മേശാന്തിയാണ് പറയുന്നത്. അവരും ഇന്ന് നമ്മളോട് പറഞ്ഞത് അങ്ങനെയാണ്. കാരണം ആന ഒഴിവാക്കി തേരോ രഥമോ ആക്കാം. സത്യത്തിൽ അതാണ് ചിന്തിക്കേണ്ടത്. ശരിക്കും അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതൊരു ഈ നാടിന് എല്ലാവർക്കും എന്ത് ചെയ്യും, വളരെ ധൈര്യത്തോടു കൂടി ഉത്സവം നേരിട്ട് വന്ന് കാണാനുള്ള ഒരു സൗകര്യമാണ് ഒരുക്കുന്നത്. ശരിക്കും മന്ത്രി AK ശശീന്ദ്രൻ ക്ഷേത്രം സന്ദർശിച്ച് ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികളുമായി ചർച്ച നടത്തി. ആന എഴുന്നള്ളിപ്പിൽ ക്ഷേത്ര കമ്മിറ്റിക്ക് വീഴ്ച പറ്റിയതായി മന്ത്രി ആവർത്തിച്ചു. ക്ഷേത്രം ഭാരവാഹികൾ മനഃപൂർവ്വമുണ്ടാക്കിയ അപകടമല്ല, എന്നാൽ സർക്കാരിന് നിയമ നടപടികളുമായി മുന്നോട്ടു പോകണം. വെടിക്കെട്ടിന് അനുമതി നൽകിയതിൽ ജില്ലാതല മോണിറ്ററിംഗ് സമിതിക്ക് വീഴ്ചയുണ്ടായോ എന്നും പരിശോധിക്കും. സർക്കാരിന് നിയമ നടപടികളുമായി മുന്നോട്ട് പോയേ പറ്റൂ എന്നതാണ്. നാട്ടാന പരിപാലന ചട്ടങ്ങളിലെ വ്യവസ്ഥകൾ പാലിക്കുന്നതിൽ വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ്. രണ്ടാമത്, വെടിക്കെട്ടുമായി ബന്ധപ്പെട്ട് വേണ്ടത്ര ശ്രദ്ധ കാണിച്ചു എന്ന സംശയം ജില്ലാ ഭരണകൂടവും പ്രകടിപ്പിച്ചിട്ടുണ്ട്. ഇതിന്റെ എല്ലാം അടിസ്ഥാനത്തിൽ നിയമപരമായി നടപടികൾ സ്വീകരിക്കാനാണ് സർക്കാർ തീരുമാനിച്ചിട്ടുള്ളത്. ആനയിടഞ്ഞുണ്ടായ അപകടത്തിൽ മരിച്ചവരുടെ വീടുകളും മന്ത്രി സന്ദർശിച്ചു. ന്യൂസ് 18 കോഴിക്കോട്. ചാലക്കുടി പോട്ട ഫെഡറൽ ബാങ്കിലെ കവർച്ച നടന്ന് ഒരു ദിവസം കഴിഞ്ഞിട്ടും പ്രതിയെക്കുറിച്ച് സൂചന പോലും കണ്ടെത്താനാകാതെ പോലീസ്. പ്രതി സംസ്ഥാനം വിട്ടുപോകാനുള്ള സാധ്യതയും പോലീസ് തള്ളിക്കളയുന്നില്ല. കേസ് അന്വേഷണത്തിന് പ്രത്യേക സംഘത്തെ നിയോഗിച്ചു. ബാങ്ക് കവർച്ചാ കേസിൽ ഇപ്പോഴും അന്വേഷണ സംഘം ഇരുട്ടിലാണ്. കൃത്യമായ ആസൂത്രണത്തോടെയാണ് പ്രതി എത്തിയതെന്ന കണ്ടെത്തൽ മാത്രമാണ് അന്വേഷണ സംഘത്തിന് മുന്നിലുള്ളത്. പ്രതിയുടെ വാഹനം പോലും കണ്ടെത്താൻ ഇതുവരെ സാധിച്ചിട്ടില്ല. പ്രതി പോയത് അങ്കമാലി ഭാഗത്തേക്കാണെന്നാണ് അന്വേഷണ സംഘത്തിൽ ലഭിച്ച ഏക വിവരം. അതും സൂചന മാത്രമാണ്. അങ്കമാലിലെത്തിയെങ്കിൽ പ്രതി ട്രെയിൻ മാർഗം രക്ഷപ്പെടാനുള്ള സാധ്യതയും ഉണ്ട്. ആലുവ പെരുമ്പാവൂർ മേഖലയിൽ നടത്തിയ പരിശോധനയിലും പ്രതിയെക്കുറിച്ച് യാതൊരു തുമ്പുമില്ല. സംസ്ഥാനം വിടാനുള്ള സാധ്യതയുള്ളതിനാൽ അന്വേഷണം സംസ്ഥാനത്തിന് പുറത്തേക്കും വ്യാപിപ്പിച്ചേക്കും. പ്രതിക്ക് സഹായം ലഭിച്ചിട്ടുണ്ടോ എന്നും സംഭവത്തിൽ ഗൂഢാലോചന ഉണ്ടോ എന്നും പോലീസ് പരിശോധിക്കുന്നു. അതേസമയം കേസ് അന്വേഷിക്കാൻ ചാലക്കുടി DYSP PK സുമേഷിന്റെ നേതൃത്വത്തിൽ പ്രത്യേക സംഘത്തെ നിയോഗിച്ചിട്ടുണ്ട്. ന്യൂസ് 18 കൊച്ചി. ചേന്ദമംഗലം കൂട്ടക്കൊല മുൻ വൈരാഗ്യത്തോടെയുള്ള കൊടും ക്രൂരതയെന്ന് കുറ്റപത്രം. ഋതുവിന് ജിതിൻ ബോസിന്റെ കുടുംബത്തോട് അടങ്ങാത്ത പക. കൊലയ്ക്ക് ശേഷം പക തീർത്തു എന്ന് വിളിച്ചു പറഞ്ഞതായി സാക്ഷിമൊഴിയുണ്ടെന്നും 1000 പേജുള്ള കുറ്റപത്രത്തിൽ പറയുന്നു. പ്രതി ലഹരിക്കടിമ, എന്നാൽ മാനസിക പ്രശ്നങ്ങളൊന്നുമില്ല. ആകെ 112 സാക്ഷികളുള്ള കേസിൽ 60 തെളിവ് രേഖകളാണ് ഉള്ളത്. വടക്കൻ പറവൂർ മജിസ്ട്രേറ്റ് കോടതിയിൽ പോലീസ് കുറ്റപത്രം സമർപ്പിച്ചു. കൂടുതൽ വാർത്തകൾ ഇടവേളയ്ക്ക് ശേഷം. വാർത്തകളിലേക്ക്. നെയ്യാറ്റിൻകര ഗോപന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്ത്. മരണകാരണമായേക്കാവുന്ന മുറിവുകളൊന്നും ശരീരത്തിൽ ഉണ്ടായിരുന്നില്ലെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. ലിവർ സിറോസിസും വൃക്കകളുടെ തകരാറുമടക്കം നിരവധി ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. സമാധി സ്ഥലം ഉപജീവനത്തിന് ഉപയോഗിക്കില്ലെന്ന് വ്യക്തമാക്കി കുടുംബം രംഗത്തെത്തി. RLV രാമകൃഷ്ണനെ അധിക്ഷേപിച്ച കേസിൽ കലാമണ്ഡലം സത്യഭാമയ്ക്കെതിരെ കുറ്റപത്രം തയ്യാറായി. അഭിമുഖത്തിൽ രാമകൃഷ്ണനെ തന്നെയാണ് സത്യഭാമ അധിക്ഷേപിച്ചതെന്നും പട്ടികജാതിക്കാരനാണ് എന്ന ബോധ്യത്തോടെയാണ് സംസാരിച്ചതെന്നും കുറ്റപത്രത്തിൽ പറയുന്നു. അഭിമുഖം സംപ്രേഷണം ചെയ്ത യൂട്യൂബ് ചാനൽ ഉടമ സുമേഷ് മാർക്കോപോളോയും കേസിൽ പ്രതിയാണ്. കയർ ബോർഡ് ജീവനക്കാരി ജോളി മധുവിന്റെ മരണവുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണ സമിതിക്ക് മുൻപാകെ കുടുംബം മൊഴി നൽകി. രോഗബാധിതയായിട്ടും മാനദണ്ഡങ്ങൾ ലംഘിച്ച് സ്ഥലം മാറ്റിയെന്നും മാനസിക സംഘർഷമാണ് മരണകാരണമെന്നും കുടുംബം പറഞ്ഞു. MSME മന്ത്രാലയമാണ് 3 അംഗ അന്വേഷണ സമിതിയെ നിയോഗിച്ചത്. കഴിഞ്ഞ ദിവസം ജീവനക്കാരിൽ നിന്നും മൊഴിയെടുത്തിരുന്നു. കുറ്റാരോപിതരെ മാറ്റി നിർത്താത്തതിൽ ആശങ്കയുണ്ടെന്നും ഡിജിറ്റൽ തെളിവുകൾ അടക്കം കൈമാറുന്നത് നിയമോപദേശം തേടിയതിനു ശേഷം മാത്രമായിരിക്കുമെന്നും മൊഴി നൽകാനെത്തിയ ജോളിയുടെ സഹോദരൻ സിബി ജോസഫ് പറഞ്ഞു. ഒരു ഓറൽ അഷുറൻസ് അങ്ങനെയുള്ള ഒരു ഇൻഫ്ലുവൻസിന് ഈ ടീം വിധേയരാകുകയില്ല. ഇവർ ഡയറക്റ്റ് MSME മിനിസ്ട്രിക്കാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് അത്തരം അപ്രഹെൻഷൻസ് ഞങ്ങൾ തൽക്കാലം വെക്കേണ്ട. അതുകൊണ്ട് ഈ ഒരു മീറ്റിങ്ങോട്ട് സഹകരിക്കണം എന്നുള്ള രീതിയിലാണ് പ്രപ്പോസൽ വന്നത്. കുറച്ച് ഡീറ്റെയിൽസ് ഞങ്ങളുടെ കിട്ടിയിരിക്കുന്നത് മുഴുവനും കൂടുതലും ജോളി തന്നെ അവൾ
ജീവിച്ചിരുന്നപ്പോഴത്തേക്കും RTA വഴി കളക്ട് ചെയ്ത ഇൻറ്റേർണൽ ഡോക്യുമെൻസിൻ്റെ കോപ്പികളാണ് കൂടുതലായിട്ട് ഞങ്ങൾ തന്നിരിക്കുന്നത്. പത്തനാപുരം പുന്നല ചിതൽവെട്ടിയിൽ തീപിടുത്തത്തിൽ 30 ഏക്കർ റബ്ബർ തോട്ടം കത്തിനശിച്ചു. ചിതൽവെട്ടിയിൽ SFCKയുടെ റബ്ബർ തോട്ടമാണ് കത്തിനശിച്ചത്. തീ പൂർണ്ണമായും നിയന്ത്രണ വിധേയമായിട്ടില്ല. മന്ത്രി KB ഗണേഷ് കുമാർ സ്ഥലത്തെത്തി ഏകോപനം നടത്തുന്നുണ്ട്. 6 യൂണിറ്റ് ഫയർഫോഴ്സും സ്ഥലത്തുണ്ട്. സ്വകാര്യ വ്യക്തിയുടെ ഭൂമിയിൽ നിന്നാണ് തോട്ടത്തിലേക്ക് തീ പടർന്നതെന്നും മരങ്ങൾ കത്തി നശിച്ചതിലൂടെ ലക്ഷങ്ങളുടെ നാശനഷ്ടമുണ്ടായെന്നും SFCK മാനേജർ ഷിബുകുമാർ പറഞ്ഞു. വലിയ ഒരു തീപിടുത്തം തന്നെ ഉണ്ടായപ്പോൾ 2 മലകൾ പൂർണ്ണമായിട്ടും കത്തി നശിച്ചിരിക്കുകയാണ്. ഏതാണ്ട് ഒരു 20 ഏക്കറോളം ഇപ്പൊ തീ പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഫയർഫോഴ്സ് എത്തി തീ അണച്ചുകൊണ്ടിരിക്കുന്നു. ഈ നാട്ടുകാരും അതുപോലെ MDയും ചെയർമാനും എസ്റ്റേറ്റ് മാനേജരും അതുപോലെ പത്തനാപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മറ്റു മെമ്പർമാര് വിവിധ രാഷ്ട്രീയ പാർട്ടി ആൾക്കാര് എല്ലാവരും ഇവിടെ എത്തിയിട്ടുണ്ട്. ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരെ എല്ലാവരും എത്തി സഹകരിക്കുന്നുണ്ട്. തീ അണച്ചുകൊണ്ടിരിക്കുകയാണ്. സ്റ്റേറ്റ് ഫാമിംഗ് കോർപ്പറേഷന്റെ ചിതൽവെട്ടി എസ്റ്റേറ്റിന്റെ ഫാക്ടറിയുടെ ഭാഗത്തായിട്ടാണ് താര കനാലിന്റെ ഭാഗത്തായിട്ടാണ് തീപിടുത്തം ഉണ്ടായത്. ഏതാണ്ട് 3:30 മണിയോടുകൂടിയാണ് തീപിടുത്തം ഉണ്ടായത്. നമ്മുടെ തീ ഏതാണ്ട് 30 ഏക്കറോളം ഇപ്പോൾ കത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. ഇവിടെ ലയങ്ങളുണ്ട്, പക്ഷേ അങ്ങോട്ടേക്കൊന്നും ആയിട്ടില്ല. അത് കുറച്ച് മാറിയാണ്. ഇവിടെ നമ്മുടെ ഈ കനാലിന്റെ ഭാഗത്തു നിന്നാണ് തീ ആരംഭിച്ചിട്ടുള്ളത്. ഡൽഹി മുൻ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന് കുരുക്കുമുറുകുന്നു. മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതി നവീകരണത്തിലെ ക്രമക്കേട് ആരോപണങ്ങളിൽ കേന്ദ്ര വിജിലൻസ് കമ്മീഷൻ അന്വേഷണത്തിന് ഉത്തരവിട്ടു. പൊതുമരാമത്ത് വകുപ്പിനാണ് നിർദ്ദേശം നൽകിയത്. BJP നേതാവ് വിജേന്ദർ ഗുപ്ത നൽകിയ പരാതിയിലാണ് നടപടി. നവീകരണത്തിനായി പൊതുഫണ്ട് ദുരുപയോഗം ചെയ്തെന്നും അഴിമതി നടന്നിട്ടുണ്ടെന്നുമാണ് വിജേന്ദർ ഗുപ്തയുടെ പരാതി. അമേരിക്കയിൽ നിന്നും നാടുകടത്തുന്ന 119 ഇന്ത്യക്കാരുമായി 2ാമത്തെ വിമാനം ഇന്ന് അമൃത്സറിൽ എത്തും. ആദ്യഘട്ടത്തിൽ നാടുകടത്തിയ ഇന്ത്യക്കാരെ കാൽച്ചങ്ങലയും കൈവിലങ്ങും ഇട്ടതിനെതിരെ ഇന്ത്യ പ്രകടിപ്പിച്ച അതൃപ്തി അമേരിക്ക പരിഗണിക്കുമോ എന്നതും പ്രധാനമാണ്. നോക്കാം ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ചൂസ് യുവർ സ്പെഷ്യൽ. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 7,890 രൂപ, പവന് 63,120 രൂപ. സ്വർണം 18 ക്യാരറ്റ് ഗ്രാമിന് 6,590 രൂപ, പവന് 51,920 രൂപ. വെള്ളി ഗ്രാമിന് 106 രൂപ, കിലോഗ്രാമിന് 1,06,000 രൂപ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ചൂസ് യുവർ സ്പെഷ്യൽ. ന്യൂസ് അപ്ഡേറ്റ്സ് പൂർണ്ണമാകുന്നു. നമസ്കാരം.